ഗുഡ് മോർണിംഗ് സർ. വരണം വരണം. നമസ്കാരം സർ. പറഞ്ഞിരിക്കൂ, പറയാം. പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കും ഇടയിൽ എനിക്ക് 5 വയസ്സ് കൂടി. കാണണമെന്നും തിരിച്ചു വിളിക്കണമെന്നും പലവട്ടം കരുതിയതാ. പക്ഷേ പാർട്ടിക്കാരും ഭരണകൂടത്തിലെ കൂട്ടുകച്ചവടക്കാരും വിവാദങ്ങളുടെ തിരക്കൊഴിഞ്ഞിട്ട് സമയം വേണ്ടേ സാർ? 5 വർഷം കൊണ്ട് നിലപാടുകളിൽ ഒരുപാട് കോംപ്രമൈസുകൾ. പിടിച്ചു നിൽക്കണ്ടേടോ. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ എല്ലാം ഫ്രീയാ. ഇപ്പൊ ടിവിയും കൊടുത്തു. ചാനലുകളിൽ 24 മണിക്കൂറും സിനിമയാ. ജനങ്ങളെ മയക്കിക്കിടത്തിരിക്കല്ലേടോ. നിവർത്തിയില്ലാതെ ഞങ്ങളും കൊടുത്തു 2 രൂപയ്ക്ക് അരി. കൊടുക്കണം സാർ. മദ്യവും ലോട്ടറിയും വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് അരി വെറുതെ കൊടുക്കണം. ആത്മഹത്യ ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാക്കി പാവപ്പെട്ടവനെ മയക്കിക്കിടത്തണം. ജനങ്ങളുടെ വിശപ്പ് മാറ്റാൻ പണ്ട് ഒപ്പിയം കൊടുത്ത ഭരണാധികാരികൾ ഉണ്ടായിരുന്നു ചൈനയിൽ. ഈ ഗിമ്മിക്കുകളൊന്നും പട്ടിണി കിടക്കുന്നവന്റെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമാവില്ല സാർ. എന്ത് പറ്റി സാർ നമ്മുടെ കേരളത്തിന്? തന്നെപ്പോലെ തന്റെ ഇടമുള്ള ചെറുപ്പക്കാർ നാടും വീടും ഉപേക്ഷിച്ച് അന്യനാടിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ ഉപേക്ഷിച്ചതല്ലല്ലോ സാർ, പുറത്താക്കപ്പെട്ടതല്ലേ. ഒരുപാട് സ്നേഹിച്ച നാട് സമ്മാനിച്ച വേദനകൾ ഒത്തിരിയുണ്ട് സാർ. കണ്ടും കേട്ടുമിരുന്നാൽ കലിയടങ്ങില്ല. ഞാനത് മനസ്സിലാക്കുന്നു വർമ്മ. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിലെ ഉദ്ദേശശുദ്ധി താൻ മനസ്സിലാക്കണം. എന്റെ അഭ്യർത്ഥന താൻ അംഗീകരിച്ചേ പറ്റൂ. താൻ കൊച്ചിയിലേക്ക് മടങ്ങി വരണം. തനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി താൻ ചെയ്യണം. പണത്തിന് മുന്നിൽ മുട്ടുകുത്തി വീണ് റിയൽ എസ്റ്റേറ്റ് സായിപ്പന്മാർക്കും അറബികൾക്കും പരവതാനി വിധിക്കുന്ന നാട്ടിലെ ഒരു വിദ്വാനോടും എനിക്ക് പറയാൻ കഴിയില്ല. സെൻട്രൽ ഏജൻസിയിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്, സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ. കൊച്ചി ഒന്ന് തലയുയർത്തിയാൽ ഇന്ത്യയിലെ വൻ നഗരങ്ങളുടെ പട്ടികയിൽ കൊച്ചിയും ഇടം പിടിച്ചാൽ ആർക്കാടോ ഓർമ്മ ഛേദം എന്നാ ഛേദമുള്ളവരുണ്ട്. ഇവിടെ ഇരുന്ന് ഈ രാജ്യത്തിന്റെ ഭരണചക്രം ധരിക്കുന്ന ഉത്തരേന്ത്യൻ ഗോസായിമാർക്കും തമിഴന്മാർക്കുമൊക്കെ. തനിക്കറിയാവോ, നഗരത്തിലെ ഭൂമി മുഴുവൻ വാങ്ങിക്കൂട്ടിയ റിയൽ എസ്റ്റേറ്റുകാർ പണിതുയർത്തിയിരിക്കുന്ന കൂറ്റൻ ഫ്ളാറ്റുകളെല്ലാം മെട്രോ റെയിൽ വന്നാൽ ഇടിച്ചു നിർത്തേണ്ടി വരും. കൊച്ചിയൊന്നും എന്നാൽ തകരുന്നത് തങ്ങളുടെ സാമ്രാജ്യങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർ അങ്ങ് സിംഹള നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തിരിക്കുകയാണത്രേ കൊച്ചിയെ തകർക്കാൻ. അതുകൊണ്ട് താൻ വരണം, വന്നേ പറ്റൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒന്നിരട്ടി വെളുക്കുമ്പോൾ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന കൊച്ചി ഇനി വേണ്ട. കൊച്ചിയിൽ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കരുത്, സംഭവിക്കാൻ പാടില്ല. ഇന്നലെ സന്ധ്യക്ക് വിവരം വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോഴാണോ പ്രഭാകര വരാൻ തോന്നിയത്? നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? സത്യമാണ് ഞാൻ പറഞ്ഞ കേക്കണ്ടേ ചേട്ടാ. പിന്നെ ഉറക്കം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും പ്രഭാകരേട്ടനെ കിട്ടില്ല. എന്റെ അച്ഛൻ മരിച്ച ദിവസം പോലും രാത്രിയിൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഇവിടെ വന്ന് കയറുന്ന നിമിഷം വരെ ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നു പറഞ്ഞ ഈ പ്രഭാകരൻ വിശ്വസിക്കും, സംഭവ്യം. പക്ഷെ ഇത് ബുദ്ധിമുട്ടുണ്ടേ വിശ്വസിക്കാൻ. ഞങ്ങളും അങ്ങനെ തന്നെ കരുതിയത് ആദ്യം. പിന്നെ നമ്മുടെ ഹിന്ദുസ്ഥാൻ ടൈംസിലെ ഹരികൃഷ്ണൻ പുള്ളിയാ വിവരം വിളിച്ചു പറഞ്ഞത്. അറിഞ്ഞ പാടെ കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ഡൽഹിയിലേക്ക് വിളിച്ചു. ഹരിയുടെ ഇൻഫർമേഷൻ കറക്റ്റ്. അതെയോ? അതേ പ്രഭാകര, ഒടുവിലവൻ ഇങ്ങോട്ട് വരുന്നു. ഋഷിനാഗക്കുളത്തപ്പന്റെ ഈ മണ്ണിലേക്ക്, നമ്മുടെ അടുത്തേക്ക്. ഡൽഹി നഗരാസൂത്രണ വകുപ്പിലെ ദ മോസ്റ്റ് ഹോട്ടസ്റ്റ് ആയ ഇരുന്നാലിരിക്കുന്നവന്റെ അടിനാളം തൊട്ട് അണനാളം വരെ കത്തിക്കയറുന്ന അധ്യക്ഷന്റെ കസേരയിൽ നിന്ന് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് ട്രാൻസ്ഫർ ആസ് എ കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടർ. എന്തായാലും അവന്റെ ഈ വരവ് നമുക്കൊന്ന് ആഘോഷിക്കണം. എന്താ വേണ്ടേ? പിന്നെ ഞാൻ അതിന് എപ്പോഴേ റെഡി.
பசிக்குது சார், ஏதாவது கொடுங்க சார், துட்டு கொடுங்க சார். ஏன் சார் முறிச்சு பாக்குறீங்க? துட்டு கொடுங்க சாർ. സാർ കൊടുത്തേക്ക്. കാലം മാറി. ഇപ്പൊ കൊച്ചി ഇങ്ങനെയാ, സിഗ്നൽ ഭരിക്കുന്ന ഇവന്മാരാ. கொடுங்க சார், சீக்கிரம் வாங்கணும். ചങ്കിൽ വെടിമരുന്ന് നിറച്ചവൻ, അതായിരുന്നില്ലേ ഹോട്ട് ന്യൂസ്? മാനിയാക്കുകളായ ഡൽഹിയിലെ പാപ്പരാസികളുടെ ഇവനെ കുറിച്ചുള്ള വിശേഷം. ഓ അതൊക്കെ ചുമ്മാ. ഒന്നുമല്ല. രാഷ്ട്രീയക്കാർ, ബ്യൂറോക്രാറ്റ്സ്, പവർ ബ്രോക്കേഴ്സ് എന്നു വേണ്ട ഡൽഹിയിലെ കൊലകൊമ്പന്മാരെ മുഴുവൻ ചെന്ന് ചാർജ് എടുത്ത അന്ന് തന്നെ നല്ല നടപ്പിന് ശിക്ഷിച്ച് വെറുപ്പ് സമ്പാദിച്ചു ഇവൻ. എന്താ ശരിയല്ലേ? ചേട്ടൻ സൂചിപ്പിച്ച കൊലകൊമ്പന്മാർക്ക് മാത്രമേ എന്നെ ബോധിക്കാതിരുന്നുള്ളൂ. ജനം, പൊതുജനം അവരെന്റെ കൂടെ എന്നും എപ്പോഴും. ഓ, ഇതിലൊന്നും വലിയ കാര്യമില്ല അല്ലെ മഹിളിയ? അളിയൻ ഇലക്ഷൻ മത്സരിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അളിയൻ എവിടെ ചെന്നാൽ ആരെങ്കിലൊക്കെ വെറുപ്പിക്കും. ഞാനിത് പറയാൻ കാരണമുണ്ട്, അറിയാലോ? പോകുമ്പോ അളിയൻ ബാക്കി വെച്ച ഇഷ്യൂസ് അതൊന്നും അത്ര ചെറുതായിരുന്നില്ല. ഉദാഹരണത്തിന് ആ ജോർജ് മാത്യുവിന്റെ കാര്യം ഒന്ന് കരുതിയിരിക്കണത് നല്ലതാ. പൊതുജന മധ്യത്തിൽ വെച്ച് അന്നയാളുടെ കരണത്തടിച്ചത്. അയാൾ അത് മറന്നു കാണുന്നു കരുതുന്നുണ്ടോ അളിയൻ? കാലൊക്കെ മാറിപ്പോയി അളിയാ. അന്നയാൾ ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നെങ്കിൽ ഇന്നയാൾ ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറാ. അതുകൊണ്ടൊന്നും എനിക്ക് പേടിയുണ്ടാവാൻ പോകുന്നില്ല പ്രഭാരേട്ടാ. പിന്നെ അത്ര എളുപ്പമായിരിക്കില്ല എന്റെ ഈ രണ്ടാം മുഴമെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്ക് തന്നെ അറിയാം. ഉറങ്ങുമ്പോ പോലും തലയാണക്കീഴിൽ ഡബിൾ ബാരൽ ഗൺ സൂക്ഷിക്കുന്ന യാദവരും ജാട്ടുകളും മുഖർജിമാരും ഒരുമിച്ച് നിന്ന് എതിർത്തിട്ടും 5 വർഷം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. ആ ആത്മവിശ്വാസമുണ്ട് എനിക്ക്. ആയിക്കോട്ടെ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. സോറി, ഒരു മിനിറ്റ്. എടാ ചന്ദ്ര, നമ്മുടെ അളിയൻ പടിയാ. പെണ്ണ് കാണാൻ കൊള്ളാം, പെങ്ങളായി പോയി എന്ന് പറയും പോലെ കാര്യങ്ങള്. ഈ വണ്ടി അത്ര സ്മൂത്തായിട്ട് ഓടുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് മിക്കവാറും ഗട്ടറി വീഴും. അതേ വീഴും. വീണില്ലെങ്കിൽ വീഴ്ത്തും. അതാടോ ഈ ജോർജ് മാത്യു. എടോ സേവിയറെ, താൻ കണ്ടോ? അവനെ അങ്ങനെ അങ്ങ് വാഴാൻ വിടില്ല ഞാൻ. 5 വർഷം മുമ്പുള്ള ജോർജ് മാത്യു അല്ല ഇന്നത്തെ ജോർജ് മാത്യു. ഒരുപാട് വളർന്നു, അറിയാലോ എനിക്ക്. ഈ നഗരത്തിലെ വമ്പൻ തിമിംഗലങ്ങളുടെ കൂട്ടുണ്ട് ഇന്നത്തെ ഈ ജോർജ് മാത്യുവിന്. പ്രോട്ടോകോൾ പ്രകാരം ജില്ലാ കളക്ടറൊക്കെ തന്നെയാ കമ്മീഷണർക്ക് മുകളിൽ. പക്ഷേ ഞാൻ പോലീസാ, IPS. പൂട്ടും ഞാൻ അവനെ, മരണപ്പൂട്ടിട്ട്. നേരിട്ടൊരു ഫൈറ്റ് വേണ്ടെന്ന് എന്റെ അഭിപ്രായം. കിട്ടിയ വിവരം ശരിയാണെങ്കിൽ CM-ന്റെ പ്രത്യേക താല്പര്യപ്രകാരമാ കളക്ടർ. പോകാൻ പറ. CM അല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിലും എനിക്കൊരു ചുക്കൂല്ല. തനിക്കറിയാലോ, അന്ന് അവൻ എന്നെ അടിച്ചടി അത് കൊണ്ടതിന്റെ കരണത്തല്ല, ചങ്കില. സാറ് കളക്ടറോടെന്തോ അനാവശ്യം പറഞ്ഞു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. അതേ പറഞ്ഞു. തന്തയ്ക്ക് എന്നെ പറഞ്ഞു. അത് ഇനിയും പറയും. അവൻ എന്ത് ചെയ്യും? താൻ നോക്കിക്കോ. കളി തുടങ്ങാൻ പോകുന്നുള്ളൂ സേവ്യറെ. ഇത്തവണത്തെ കളി അത് എനിക്ക് തന്നെ ജയിക്കണം. കൊച്ചി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയവരുടെ വിവരങ്ങളാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന മരണങ്ങൾ ഓരോന്നും ദുരൂഹമായിരുന്നു, സംശയകരമായിരുന്നു. താനൊന്ന് പുറത്തേക്ക് പേരിലൊരു അന്വേഷണം മാത്രം നടത്തി കമ്മീഷണർ ജോർജ് മാത്യു എടുത്ത് ഫ്രീസറിൽ വെച്ച ഇതിലെ ഓരോ മരണങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ പുറത്തു കൊണ്ടുവരണം. അതിന് എനിക്ക് തന്റെ സഹായം വേണം. കൊച്ചി നമുക്കാർക്കും മനസ്സിലാവാത്ത തരത്തിൽ മാറിക്കഴിഞ്ഞടോ. മരണത്തിന്റെ മണമുണ്ട് ഇവിടെ വീശുന്ന കാറ്റിന് പോലും. അത് മാറ്റിയെടുക്കണം. ശ്രമിക്കാം സർ. ഒരുറപ്പ് അങ്ങെനിക്ക് തരണം. എനിക്കും അങ്ങയ്ക്കുമിടയിൽ വഴിതെറ്റിച്ചു വിടുന്ന ഒരു 5-ാം പത്തി ശക്തിയും ഉണ്ടാവരുത്. ഞാൻ വാക്ക് തരുന്നു, ഒരാളും തന്നെ ശല്യം ചെയ്യില്ല. ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥരല്ല,
അങ്ങാണ് നായകൻ. ജയിക്കേണ്ടതും അങ്ങ് തന്നെ. ജനങ്ങൾക്ക് വേണ്ടി ഏത് വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള കരുത്തുണ്ട് വർമ്മ. എനിക്ക് വിശ്വസിക്കാം തനിക്കെന്നെ. ഈ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന പോരാട്ടമാണ്. ഇത് വിജയിക്കണം. വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വരും തലമുറയുടെ അവകാശമാണ്. സർ, താങ്ക് യു. ഞാൻ മാധവൻ നമ്പീശൻ പി ആണ്. ഹലോ. ഗുഡ് മോർണിംഗ്, ഐ എം സുലൈമാൻ റാവുത്തർ. പ്ലീസ് കം. മെട്രോ സിറ്റി, സ്മാർട്ട് സിറ്റി, സ്കൈ സിറ്റി, സാറ്റലൈറ്റ് സിറ്റി എന്നൊക്കെ പറയുന്ന ഈ കൊച്ചി ഉണ്ടല്ലോ, ചിലപ്പോ തോന്നും നല്ല കരിമ്പിന്റെ മധുരമാണെന്ന്, വേറെ ചിലപ്പോ തോന്നും നല്ല കാരസ്കരത്തിന്റെ കയ്പാണെന്ന്. ഇതിൽ ഏത് വേണം തീരുമാനിക്കുന്നത് നമ്മളാണ്. പ്ലീസ്, ഗുഡ് ലക്ക്. താങ്ക് യു. നമസ്കാരം കളക്ടർ സാർ, ഞങ്ങളുടെ ഈ കൊച്ചിയിലേക്ക് അങ്ങേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ വില്യംസ്, ജോൺ വില്യംസ്, ബിൽഡേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റാ. ഇത് അസോസിയേഷന്റെ വക. എന്റെ വക ഞാൻ കളക്ടേഴ്സ് ബംഗ്ലാവിലേക്ക് കൊണ്ടുവരും, പേഴ്സണൽ ആയിട്ട് തരാൻ. ബൊക്കെ മാത്രമല്ല സാർ, ഗംഭീര വെൽക്കം പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ സാർ, പിന്നെ ചില പ്ലഷർ ട്രിപ്പുകളും. പ്ലീസ്. എന്താ? പുറത്തേക്ക് പോകാൻ. കളക്ടർ സാർ, അനുവാദം ചോദിക്കാതെ കേറിയെന്നത് തെറ്റ് തന്നെയാ. പക്ഷെ ഒന്നുണ്ട്, ഒരുപാട് യോഗ്യന്മാരിരുന്ന കസേരയാ ഇത്. അന്നൊന്നും ഒരു മുഖാമുഖത്തിനും രസീത് വാങ്ങിയിട്ടില്ല ഈ വില്യംസ്. അതന്ന്. ഇന്ന് അങ്ങനെയല്ല. ഓൺലി ത്രൂ പ്രോപ്പർ ചാനൽ. അതിപ്പോ ബിൽഡിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ആയാലും ആരായാലും ശരി, മുൻകൂട്ടി അനുവാദം വാങ്ങിയിരിക്കണം. സമ്പന്നന്മാരെ എന്നും സംശയത്തോടെ കണ്ടിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കാലം കഴിഞ്ഞു എന്നാ ഞാൻ കരുതിയത്. അതങ്ങനെയല്ലെങ്കിൽ വേണ്ട സാറേ. എന്നെപ്പോലുള്ളവരെ പിണക്കിയിട്ട് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാന്ന് കരുതണ്ട. ഒന്ന് നിക്കണേ. അങ്ങനെ അങ്ങ് വിരട്ടിയിട്ട് ഇറങ്ങി പോകല്ലേ. കൂട്ടക്കൊലയും കിഡ്നാപ്പിങ്ങും കുലത്തൊഴിലാക്കിയ ഡൽഹിയിലും ബീഹാറിലും കുറച്ചുകാലം പണിയെടുത്തിട്ടുണ്ട്. സമാധാനം വേണോ സമാധാനക്കേട് വേണോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ എന്തിനും തയ്യാർ. ചെല്ലണം. വളരെ നന്നായി. പക്ഷെ ആ വില്യംസ് ആൾ ഇത്തിരി കുഴപ്പക്കാരനാ. വില്യംസ് പതുക്കെ പതുക്കെ അയാളുടെ കുഴപ്പങ്ങളെല്ലാം നമുക്ക് തീർത്തു കൊടുക്കാം. ഓക്കെ, ഞാൻ ദാ എത്തി. ഈ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും. കത്തിക്കും ഞങ്ങള്. മുരുക, അനങ്ങി പോരുത്. ഈ ബട്ടൺ ഒന്ന് അമർത്തിയ പിന്നെ കൊച്ചിയുടെ ആരാധ്യയായ മേയർ ഒരു പിടി ചാരം. ഹലോ കമ്മീഷണർ, മര്യാദക്ക് ഈ നാടകം അവസാനിപ്പിക്കുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അറിയാലോ ഈ ജോർജ് മാത്യുവിനെ. താൻ ഒന്നും ചെയ്യില്ല കമ്മീഷണർ സാറേ. നഷ്ടപ്പെടാൻ ഉടുതുണി അല്ലാതെ വേറൊന്നും ഇല്ലാത്ത പാവങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ മേയർ സേതുലക്ഷ്മി രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. ഇതാരുണ്ടതിയാ പറയുന്നത്. സർ, ACP രേവതി, ഞാനാ ഫോൺ ചെയ്തത്. They are not willing for a compromise. Don't ever. എന്താ ഇവിടുത്തെ സിറ്റുവേഷൻ? Is it under control? തന്നോടാ ഞാൻ ചോദിച്ചത്. ആൻസർ മീ.
കളക്ടർ സാറേ, ഈ ഓവർ സ്മാർട്ട്നെസ് ഇവിടെ വേണ്ട. ഇത് സംഗതി ബന്ദിയാക്കല. എന്നെ പോലെ കരുത്തും തൻ്റെ ഇടവുമുള്ള കാക്കിയിട്ടവർക്ക് പറഞ്ഞിട്ടുള്ള പണിയത്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തൽക്കാലം പഠിപ്പിക്കലും പണിയെടുപ്പിക്കലും ഉപദേശം ഒന്നും എനിക്ക് വേണ്ട. സേവിയർ സർ, കമാൺ. ഇതുപോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടാൻ സർക്കാർ ഉണ്ടാക്കിയ സംവിധാനമാണ് ക്രൈസിസ് മാനേജ്മെന്റ് ടീം. അതിന്റെ തലവൻ ജില്ലാ കളക്ടറും. IPS ട്രെയിനിംഗ് ക്യാമ്പിൽ പഠിച്ച പ്രോട്ടോകോൾ മര്യാദകൾ മറന്നതാണോ അതോ ഉള്ളിലുള്ള കലുഷം മനഃപൂർവ്വം മറവി സൃഷ്ടിച്ചതാണോ? If I am the captain of this team, you are answerable to me. കളക്ടർ സാറേ, പ്രോട്ടോകോളിന്റെ ബലത്തിൽ നിങ്ങൾ കാണിക്കുന്ന അഹങ്കാരം ഞാൻ സമ്മതിച്ചുതരാം. പക്ഷെ അവസരം കിട്ടുമ്പോഴൊക്കെ പൊതുജനത്തിന്റെയും കീഴ്ജീവനക്കാരുടെയും മുമ്പിൽ വെച്ച് എന്നെ താഴ്ത്തി കെട്ടാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ശുഷ്കാന്തി ഉണ്ടല്ലോ, അത് എപ്പോഴും ഞാൻ അങ്ങ് വകവെച്ചു തരുമെന്ന് വിചാരിക്കരുത്. 40 വാട്ട് ബൾബിന്റെ ഫിലിമെന്റ് അടിച്ചു കളയുന്ന ലാഘവത്തോടെ ഡിം എന്ന് തെറിപ്പിക്കും ഞാൻ. അതിന് തോളത്തും നെഞ്ചത്തും തുന്നി പിടിപ്പിച്ചിരിക്കുന്ന ഈ നക്ഷത്രങ്ങൾ പോരാതെ വരും സിറ്റി പോലീസ് കമ്മീഷണർക്ക്. പഴയ കണക്കുകളുടെ സ്റ്റോക്ക് എടുപ്പും ക്ലിയറൻസും ഒക്കെ പിന്നെ. സ്ഥലവും സമയവും നിശ്ചയിച്ച് ഞാൻ അങ്ങോട്ട് വരും. ആരുടെ ഫിലമെന്റ് തെറിക്കുമെന്ന് അന്നേരം കണ്ടറിയാം. ഇപ്പൊ അതിനുള്ള സമയമല്ല. ഇതിനകത്ത് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള നൂൽപാലത്തിൽ പോരാടുന്ന ഒരു ജീവനുണ്ട്. അവരെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, ഒരു നഗരമുണ്ട്. ദൗത്യമാണ് പ്രധാനം, എനിക്കും തനിക്കും. For that, you have to take my orders, obey my instructions. Only my instructions. Is that clear? Is that clear? Revati, Sir. connect me to them. Mike 6 calling. 2 ആവശ്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. 1, ഡ്രീം സിറ്റി പ്രൊജക്ടിന്റെ പേരിൽ മേയറും നഗരസഭയും നടത്തുന്ന കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിക്കണം. 2, അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തിയ പാവങ്ങളെ രാത്രിക്ക് രാത്രി പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞ 3 ദിവസമായി രഹസ്യ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ച് ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കമ്മീഷണർ ജോർജ് മാത്യുവിനെതിരെ കേസെടുക്കണം. പിന്നെ അറസ്റ്റ് ചെയ്തവരെ നിരുപാധികം വിട്ടയക്കണം. ഇവർ പറയുന്നത് സത്യമാണ്. എന്റെ ചോദ്യം കമ്മീഷണർ ജോർജ് മാത്യുവിനോടാണ്. ശരിയാണ്. എങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ വിട്ടയക്കണം. ഓഹോ, നിങ്ങൾ അപ്പോ പേടിയുണ്ട് കളക്ടർ സാറിന്. ആജ്ഞാപിക്കലും ചാടിക്കലും ഒക്കെ ഞങ്ങളെ പോലുള്ളവർ മാത്രം. തീവ്രവാദികളോട് അനുരഞ്ജനം കൊള്ളാം. അതെങ്ങനെ കഴുത്തിന് മുകളിൽ തലയെന്ന് പറയുന്നൊരു സാധനം വേണമല്ലോ, അല്ലേ സാറേ? വേണോടോ, വേറൊന്നിനുമല്ല. തന്നെ പോലുള്ള കാക്കിയിട്ട ക്രിമിനലുകളുടെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനെ തടയിടാൻ. കളക്ടർ മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയെന്ന? പലതും. അറസ്റ്റ് ചെയ്യുമ്പോൾ അനുവർത്തിക്കേണ്ട നിയമങ്ങളൊന്നും പാലിക്കാതെ ഇവരുടെ കൂട്ടത്തിലുള്ളവരെ കസ്റ്റഡിയിലെടുത്തത് ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ? എന്തിന്റെ പേരിലായാലും പിടിക്കപ്പെടുന്നവരെ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കിയോ? അത് ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ? തന്നെ പോലുള്ളവർ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങൾ അല്ലാതാവുകയും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഈ പാവങ്ങൾ നടത്തുന്ന ചെറു സമരങ്ങൾ ഭീകരപ്രവർത്തനമാക്കി മാറ്റുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിനോട് എനിക്ക് യോജിപ്പില്ല. വിവേക ബുദ്ധിയോടെ ഇതൊക്കെ വേർതിരിച്ചറിയണമെങ്കിൽ കഴുത്തിന് മുകളിൽ തല വേണം. സിഡാം. അരുന്ധതിക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ഇന്ന് തന്നെ മോചിപ്പിക്കും. ഡ്രീം സിറ്റി പദ്ധതിയുടെ പേരിൽ നടക്കുന്ന കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിക്കണമെന്ന ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് കോർപ്പറേഷൻ കൗൺസിലിനോടും സർക്കാരിനോടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കാം. പേടിക്കണ്ട മേഡം, ഇത് ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാ. എന്താ കമ്മീഷണർ വിളിച്ചു നിൽക്കുന്നത്? ഇനി ഇവരെ അറസ്റ്റ് ചെയ്തൂടെ? ഇല്ല മാഡം, ഇവരാരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട് ഒത്തുതീർപ്പ് കരാറിൽ. എന്തോ എങ്കിൽ പിന്നെ താമ്രപത്രവും പെൻഷനും കൊടുക്കാവുന്ന വ്യവസ്ഥ കൂടി വെക്കായിരുന്നില്ലേ കളക്ടർ സാറിന്? വെക്കുമായിരുന്നു. ഇവരാവശ്യപ്പെട്ടിരുന്നെങ്കിൽ അതും വെക്കുമായിരുന്നു. മാഡം അടക്കമുള്ള നമ്മളുടെ രാഷ്ട്രീയ നേതാക്കളുടെയും അവരുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ജീവൻ രക്ഷിക്കാൻ താമ്രപത്രവും പെൻഷനും മാത്രമല്ല, ഈ രാജ്യം തന്നെ തീറെഴുതി കൊടുക്കും നമ്മുടെ ഭരണകർത്താക്കൾ. ജീവൻ തിരിച്ചു കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറയുക. ഇനി വിശ്വാസി അല്ലെങ്കിൽ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന നേതാക്കന്മാരുണ്ടാവൂല, അവരോട് നന്ദി പറയുക. എങ്കിലേ അടങ്ങൂ മനസ്സിലെ ഈ പകയും വിദ്വേഷവും.
27. ആകെ 27 പേരാണ് ഒരു വർഷത്തിനുള്ളിൽ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ശങ്കരൻ നമ്പൂതിരിയും മകൻ രമേഷും. ന്യൂ ഇന്ത്യ ബിൽഡേഴ്സിന്റെ ഉടമസ്ഥൻ വില്യംസും തിരുമേനിയും തമ്മിലുള്ള തർക്കം എല്ലാവർക്കും അറിയാവുന്ന. എന്നിട്ടും ആ ദിശയിലേക്ക് പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. മനഃപൂർവ്വമല്ല സർ. ഈ CI സോമൻ അതിന് ഒരുപാട് ശ്രമിച്ചതാ, പക്ഷേ തടഞ്ഞു. സത്യം പുറത്തു വരരുതെന്ന് നിർബന്ധം ഉണ്ടായിരുന്ന ചില നിക്ഷിപ്ത താല്പര്യക്കാർ. സുപ്പീരിയർ ഓഫീസറുടെ പേര് നേരിട്ട് പറയാൻ പ്രയാസം വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ വാക്കാണ് രേവതിയുടെ നാവിൽ നിന്ന് വന്നത്. നിക്ഷിപ്ത താല്പര്യക്കാർ. അത്തരം താല്പര്യക്കാരെയാണ് നമ്മൾ നായാടി പിടിക്കാൻ പോകുന്നത്. പക്ഷേ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഔദ്യോഗികമായി ഒരുപാട് തടസ്സങ്ങളുണ്ട് കളക്ടർക്കെന്ന് രണ്ടുപേർക്കും അറിയാമല്ലോ. ലക്ഷ്യം വയ്ക്കുന്ന ടാർഗറ്റുകളിൽ രേവതി നേരത്തെ സൂചിപ്പിച്ച നിക്ഷിപ്ത താല്പര്യക്കാരുടെ നെറ്റിത്തടങ്ങളിൽ ആദ്യ ശ്രമത്തിൽ തന്നെ കൃത്യമായി ഷൂട്ട് ചെയ്ത് കൊള്ളിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സേവനം കൂടിയേ തീരും. ഞങ്ങളുണ്ടാവും സർ. നമ്മൾ തുടങ്ങേണ്ടത് ഇവരിൽ നിന്ന്. ശങ്കരൻ നമ്പൂതിരി, മകൻ രമേഷ്. പിന്നീട് അന്വേഷണം പിന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങണം. എല്ലാ മരണങ്ങളുടെയും പിന്നിൽ ഒരാൾ തന്നെയാണെന്ന് എനിക്കുറപ്പുണ്ട്. ഞങ്ങൾക്കും. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ഗെയിം. ഇവര് പശ്ചിമ കൊച്ചിയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. പണ്ടൊക്കെ ടാങ്കർ ലോറിയിൽ ആഴ്ചയിലൊരിക്കൽ വെള്ളം എത്തിച്ചോണ്ടിരുന്ന സാറേ, ഇപ്പൊ അതുമില്ല. കിണർ കുത്താന്ന് വെച്ചാൽ കടലടുത്തായതുകൊണ്ട് ഉപ്പുവെള്ളേ കിട്ടുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? വിവരം വാട്ടർ അതോറിറ്റിയെ ധരിപ്പിച്ചില്ലേ? അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല സർ. ഓരോ തവണ പരാതി പറയുമ്പോഴും നോക്കാം ശരിയാക്കാം എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല അവര്. മേയറെ ബന്ദിയാക്കിയതുപോലെ വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയറെയും ബന്ദിയാക്കാൻ അറിയാഞ്ഞിട്ടല്ല. അത് ചെയ്യാത്തത് വന്നു പറഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന അതിന് മനസ്സുള്ള ഒരാളിപ്പോ ഇവിടെ ഉണ്ടെന്നൊരു തോന്നലുള്ളതുകൊണ്ട്. ഞാൻ ശ്രമിക്കാം. നമസ്കാരം. അല്ല, പരിപാടി ഗംഭീരമാണല്ലോ. അതെ, മിനിസ്റ്ററുടെ വക പെട്ടെന്നൊരു കോൺഫറൻസ്, അതാ വരാൻ വൈകിയത്. അല്ല, ജനങ്ങളുടെ വക ഒരു സ്വീകരണം ഉണ്ടെന്നാണല്ലോ ഫോൺ ചെയ്തപ്പോൾ കളക്ടർ പറഞ്ഞത്. എവിടെ സ്റ്റേജും മൈക്കും ഒന്നും കാണുന്നില്ലല്ലോ. ഓ, ഓപ്പൺ ഫോറം ആയിരിക്കും അല്ലയോ? ആ, എന്നതായാലും വേണ്ടില്ല, എനിക്ക് പ്രസംഗിക്കണം. പ്രസംഗിപ്പിക്കാം. പക്ഷെ അതിനു മുമ്പ് ചെറിയൊരു ഉദ്ഘാടനമുണ്ട്. ആണോ? സത്യം പറയാമല്ലോ കളക്ടർ സാറേ, ഉദ്ഘാടിക്കാൻ എനിക്ക് പണ്ടേ വലിയ ഇഷ്ടമാണ്. ആട്ടെ, എന്നതാ ഉദ്ഘാടിക്കണ്ടേ? തന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണമെടുക്കുകൊണ്ട് കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഈ കുടങ്ങളെല്ലാം ഇതേ ഇരിപ്പിരിക്കും. പൊതു ടാപ്പിലൂടെ ഇതിലെല്ലാം വെള്ളം നിറയ്ക്കണം. അതാണ് ഉദ്ഘാടനം. കളക്ടർ ഒരുമാതിരി വിവരമില്ലാത്തവരെ പോലെ സംസാരിക്കരുത്. ഈ കുടത്തിൽ വെള്ളം നിറയ്ക്കാൻ, അതും പൊതു ടാപ്പിൽ കൂടി, ഞാനല്ല സാക്ഷാൽ പരുമല തിരുമേനി വിചാരിച്ചാൽ പോലും കഴിയില്ല. കാരണം വെള്ളമില്ല. ഇല്ലാത്ത വെള്ളം ഞാൻ എവിടെ നിരത്ത് കൊടുക്കും? അല്ല പിന്നെ. പൊതു ടാപ്പിൽ കൂടി ജനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട കുടിവെള്ളം സ്വകാര്യ കമ്പനികൾക്കും ടാങ്കർ ലോറി മാഫിയയ്ക്കും മറിച്ചു വിറ്റ് താനും തന്റെ കീഴുദ്യോഗസ്ഥരും ചേർന്നുണ്ടാക്കുന്ന ലാഭത്തിന്റെ കണക്ക് അറിയാതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് കരുതിയോ താൻ? ഇന്നാട്ടിലെ സകല പെട്ടിക്കടകളിലും കിട്ടുന്നുണ്ടല്ലോ. പരുമല തിരുമേനി വിചാരിച്ചാൽ പോലും കിട്ടില്ല എന്ന് താൻ പറഞ്ഞ വെള്ളം കാശ് കൊടുത്ത് വാങ്ങാൻ ശേഷിയുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എത്ര ഗാലൺ വേണമെങ്കിലും വെള്ളം. എടോ കോശി, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നതാ തനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ അവരെ കണ്ടോ, ഇവരുടെ ചോരയ്ക്ക് തീ പിടിപ്പിക്കരുത് താൻ. സാർ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുക? എന്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെ കുറിച്ച് വല്ല പിടിപാടും ഉണ്ടോ സാറിന്? തന്റെ അളിയൻ കയറി ജലവകുപ്പ് മന്ത്രിയായെന്ന് കരുതി തന്റെ സ്വാധീനം എന്താ ആകാശത്തോളം ഉയരൂ? ചില ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരെയും പോലീസുകാരെയും വരട്ടുന്നത് പോലെ എന്നെ വരട്ടാൻ വരല്ലേ. ഇത് ജീൻ വേറെ. വിളിക്കടോ. എവിടെ വിളിച്ചിട്ടാലും ശരി, ഇപ്പോ ഈ നിമിഷം കിട്ടിയിരിക്കണം അവർക്കെല്ലാം കുടിവെള്ളം. അല്ലെങ്കിൽ ജലമാഫിയയുടെ നെടുംതൂണായി ഇത്രയും കാലം ജീവിച്ചു പോന്ന താൻ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളുടെ ഒരു ജാതകം ഉണ്ടല്ലോ, അഴിമതിയുടെ ഹൊറോസ്കോപ്പ്, തെളിവ് സഹിതം അതെടുത്ത് ഇന്ന് വൈകുന്നേരം ചാനലുകളിലും നാളത്തെ പത്രങ്ങളിലും ഞാൻ പരസ്യപ്പെടുത്തും. വിളിക്കണ്ടേ സാറേ, അല്ലെങ്കിൽ സാർ ഇവിടുന്ന് പോവില്ല.
ഞാൻ കോശിയാ, നൈനാൻ കോശി. ടാപ്പ് തുറന്നോളൂ, വെള്ളം വരും. തുറക്കാനൊന്നുമില്ല സാറേ, അടച്ചിട്ട് വേണ്ടേ തുറക്കാൻ. ഇതിങ്ങനെ ദിവസവും വരണമെന്ന് ഞാൻ പറയില്ല. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവർക്കിത് നിർബന്ധമായി കിട്ടിയിരിക്കണം. അപേക്ഷയല്ല, ഉത്തരവ്. ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഇതിനി മുടക്കില്ല, ഐ എം ഷുവർ. വന്നതിന് വളരെയധികം നന്ദി സർ. ഒരു മിനിറ്റ്. ഹലോ. ശരി സാർ. നൈനാൻ കോശിയുടെ അളിയൻ മിനിസ്റ്റർ കുരിശുമൂട്ടിൽ മാത്തച്ഛൻ.